മഴത്തോരും മുൻപിലെ പ്രൊമോ റിവ്യൂയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഗോവർദ്ധൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ ബാലേട്ട. ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തവന് ഒരേ ശിക്ഷ, തെറ്റ് ചെയ്യാത്തവന് ഒരേ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. നമുക്ക് പോലീസിനോട് കാര്യം പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ആ കുട്ടി ആദ്യം പറഞ്ഞത് പോലീസിനോടാണ്, അവന്മാരും കൂടെ ഒക്കെ ചേർന്നാണ് ഈ പരിപാടി ഒപ്പിച്ച് വെച്ചതെന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അലീന എന്താ പറയുന്നത്? അപ്പം അവൾ പറയുന്നത്, നമ്മളൊന്നും മിണ്ടണ്ട, അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ഗോവർദ്ധൻ ചോദിക്കുകയാണ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ ബാലേട്ട? നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ രോഹിത്തിൻ്റെ കാര്യം എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, അലീന പറയുന്നത്, നമ്മളിപ്പം ആ കുട്ടിയോട് എന്തെങ്കിലും സ്വാധീനിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം എല്ലാവരും കൂടെ പറഞ്ഞ് അതിൻ്റെ മനസ്സ് മാറ്റും. അതോടെ ശരണ്യ കോടതിയിൽ വന്ന് ഒന്നും പറയാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രോഗത്തിന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നാണ് അലീന പറയുന്നത്. അതുകൊണ്ട് നമ്മളിപ്പം ഒന്നും എടുത്തു ചാടി ചെയ്യേണ്ടെന്ന് അലീന പറയുന്നത്. അപ്പം ഗോവർദ്ധൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പറയാണ്, അത് ഒരു തരത്തിൽ ശരിയാണ്. ഇപ്പം ആ കുട്ടി എന്താണോ പറയുന്നത് അതല്ലേ അതിൻ്റെ സത്യസന്ധമായിട്ട് കോടതി മുഖവിലക്കെടുക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടാതിരിക്കുക നല്ലത്. അലീന എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാൻ പറയുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ വക്കീലിനെ കാര്യങ്ങളൊക്കെ അറിയിക്കണം. വക്കീലിൻ്റെ അടുത്തൂടെ ചോദിക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. വക്കീലിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയണം, ഇങ്ങോട്ട് വരാൻ പറ വക്കീലിൻ്റെ അടുത്ത് എന്ന് ബാലേന്ദ്രൻ പറയണം. അപ്പോൾ ഗോവർദ്ധൻ പറയാണ്, എന്തായാലും ഞാൻ പോയി വക്കീലിനെ കണ്ടിട്ട് വക്കീലിനെ കൂട്ടി വരാം എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ പോവാണ്. അങ്ങനെ മനു ആണെങ്കിൽ അലീനയെ വിളിക്കുകയാണ്. അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ രോഹിത്തിൻ്റെ കാര്യത്തിൽ നിൻ്റെ തീരുമാനം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, എന്ത് തീരുമാനം? രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവ രക്ഷപ്പെടണം. പക്ഷേ നമുക്ക് ശരണ്യയുടെ നിന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെന്തെങ്കിലും സ്വാധീനിക്കാൻ ചെന്നെന്ന് അവിടെ ഒരു സംശയം തോന്നിയാൽ പിന്നെ തുറന്നിട്ട് ആ കിളിവാതിൽ പോലും അടഞ്ഞു പോകുമെന്ന് അലീന മനുവിൻ്റെ അടുത്ത് പറയാണ്. അപ്പം മനു പറയാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർ കൂടെ പോയി ഒന്ന് സംസാരിച്ചാലോ? അപ്പോൾ അലീന പറയാണ്, മനുവേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലാനോ? മനുവേട്ടൻ്റെ അനിയനാണ് അതിൽ ഒരു പ്രതി, പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന അവിടുത്തെ മുതലാളിയുടെ മോനാണ് മറ്റൊരു പ്രതി. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെന്നത് ശരണ്യെ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. മാത്രമല്ല നമ്മൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന് മനുവിനെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. അപ്പം മനു പറയാണ്, എന്നാലും രോഹിത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കേണ്ട, അതിന് സമയോചിതമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിച്ചെന്ന് ശരണ്യോട് ഒന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് അലീന മനുവിനോട് പറയുകയാണ്. അങ്ങനെ മനുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. ഗോവർദ്ധനാണെങ്കിൽ നേരെ വക്കീലിനെ കാണാൻ പോവുകയാണ്. വക്കീലിൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ട് വക്കീലിനെ കൂട്ടി നേരെ നെടുമ്പുരക്കിലേക്ക് വരികയാണ്. അപ്പം നെടുമ്പുരയിലേക്ക് വരുമ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഗോവർദ്ധൻ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ വക്കീലിൻ്റെ അടുത്ത്, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ആ കൊച്ച് അറിയാതെ അലീനയോട് പറഞ്ഞു പോയതാണ്. ഇത് വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ആ രോഹിത്തിനെ പുറത്തിറക്കാൻ പറ്റുമോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അവൻ നിരപരാധിയല്ലേ, തെറ്റ് ചെയ്യാത്ത അവനെ എന്തിനാണ് ജയിലിൽ കിടത്തുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ അവർക്ക് ചായയായിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വക്കീൽ അലീനയുടെ അടുത്ത് ചോദിക്കുകയാണ്, ശരണ്യ എന്ന പെൺകുട്ടി അലീനയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. അപ്പം ആ കുട്ടി എന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, രോഹിത്ത് ഒരു തരത്തിലും അവളെ ഉപദ്രവിച്ചില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം വക്കീൽ പറയാണ്, ഒരു കാര്യം കുട്ടി വീണ്ടും അവിടെ ചെന്ന് കോടതിയിൽ വന്ന് കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയെന്ന് കുട്ടി അവിടെ ചെന്ന് പറയാണ് വക്കീൽ. അപ്പം അത് കേൾക്കുമ്പോൾ അലീന പറയാണ്, സാർ എന്താ ഈ പറയുന്നത്? ഞാൻ അവിടെ ചെന്ന് ഈ കാര്യം ആ ശരണ്യയോട് പറഞ്ഞെന്ന് ആ കുട്ടി ഒരു പക്ഷേ എൻ്റെ അച്ഛനോ അമ്മയടുത്തോ മറ്റാരടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവർക്ക് മനസ്സിലാവത്തില്ലേ ഞാൻ അവരെ സ്വാധീനിക്കാൻ ചെന്നയാന്ന്? അതോടെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുമോ? അവളെ എല്ലാവരും കൂടെ പറഞ്ഞ് മനസ്സ് മാറ്റത്തില്ലേ? അവൾ കോടതിയിൽ വന്ന് പറയുന്നു രോഹിത്തും ഇതിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അലീന ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി എന്നോട് ഈ കാര്യം സംസാരിക്കത്തില്ലെന്ന് തന്നെ അലീന പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ അലീനയെ നോക്കുകയാണ്. അപ്പം വക്കീൽ പറയാണ്, കുട്ടി പറഞ്ഞാൽ ശരിയാണ്. അവിടെ ചെന്ന് ഒരു പക്ഷേ പറഞ്ഞ് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ശരണ്യയുടെ മനസ്സ് മാറ്റും. കോടതിയിൽ വന്ന ആ കൊച്ച് എന്ത് പറയുന്നോ അതാണ് മൊഴി. അതുകൊണ്ട് കുട്ടി പറഞ്ഞതുപോലെ അങ്ങോട്ട് ഇപ്പം പോയി അതിനെ സ്വാധീനിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമ്മുടെ സൈഡിൽ ശരിയുണ്ടെങ്കിലും ആരും അംഗീകരിക്കത്തുമില്ലെന്ന് പറയാണ്. അപ്പം ബാലേന്ദ്രൻ വക്കീലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പം വക്കീൽ പറയാണ്, ഇനി ആകപ്പാടെ രണ്ട് വഴിയേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. അത്
ഞാൻ പറയാം എന്ന് വക്കീൽ പറയാണ്. അങ്ങനെ അവർ എല്ലാവരും കൂടെ അലീനയാണെങ്കിൽ ശരണ്യടുത്ത് പറഞ്ഞ് സ്വാധീനിക്കാൻ പറഞ്ഞ് വിടാൻ നോക്കുവാണ്. പക്ഷേ അലീന ഒരു തരത്തിലും ശരണ്യയെ പോയി ഈ കാര്യം സംസാരിക്കാനോ അല്ലെങ്കിൽ അവളെ സ്വാധീനിക്കാനോ അലീന തയ്യാറാവുന്നില്ല.